ഇലക്ട്രിക് വാഹന വിപണി വിദേശ കമ്പനികൾ ഭരിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റി. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നമ്മുടെ സ്വന്തം ടാറ്റയും മഹീന്ദ്രയും TVSഉം ചേർന്ന് ഈ വിപണി തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ട്രിക് കാർ വിപണിയുടെ 65% ടാറ്റയും മഹീന്ദ്രയും കൈക്കലാക്കി കഴിഞ്ഞു. മറുവശത്ത് ലോക ഭീമന്മാരായ ഹ്യുണ്ടായും മാരുതി സുസുക്കിയും ഈ മത്സരത്തിൽ തപ്പിത്തടയുകയാണ്. ഇന്ത്യൻ കമ്പനികൾ എങ്ങനെയാണ് ഈ വമ്പൻ നേട്ടം സ്വന്തമാക്കിയത്? വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. കുതിച്ചുയരുന്ന EV വിപണി. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത ഇപ്പോൾ റോക്കറ്റ് പോലെയാണ് കുതിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇലക്ട്രിക് കാറുകളുടെ വിപണി വിഹിതം 4.2% ഈ ജൂലൈയിൽ അത് 7.9% ഉയർന്നു. അതായത് ഒരു വർഷത്തിനുള്ളിൽ വിൽപ്പനയിൽ 83% വളർച്ച. ഇരുചക്ര വാഹന വിപണിയിൽ ഇത് 11.2% എത്തിക്കഴിഞ്ഞു. ഇത് വെറും ഒരു ട്രെൻഡ് അല്ല, മറിച്ച് ഇന്ത്യൻ വാഹന വിപണിയുടെ ഘടനാപരമായ മാറ്റമാണ്. ടാറ്റയുടെ ആധിപത്യവും മഹീന്ദ്രയുടെ കുതിപ്പും. ഇലക്ട്രിക് കാർ വിപണിയിൽ ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ബഹുദൂരം മുന്നിലാണ്. കഴിഞ്ഞ ജൂലൈയിൽ മാത്രം 13,678 ഇലക്ട്രിക് കാറുകളാണ് ടാറ്റ വിറ്റത്. എന്നാൽ ഇതിനേക്കാൾ വലിയ വാർത്ത മഹീന്ദ്രയുടേതാണ്. JSW MG മോട്ടോഴ്സിനെ പിന്നിലാക്കി മഹീന്ദ്ര ഇപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ EV നിർമ്മാതാക്കളായി മാറി. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ നോക്കിയാൽ മഹീന്ദ്രയുടെ ഇലക്ട്രിക് SUVകൾക്ക് വൻ ഡിമാൻഡാണ് ലഭിക്കുന്നത്. ടാറ്റയും മഹീന്ദ്രയും ചേർന്ന് ജൂലൈയിൽ 21,000-ലധികം വണ്ടികൾ വിറ്റപ്പോൾ മാരുതിയും ഹ്യുണ്ടായും കൂടി വെറും 2,000 വണ്ടികൾ പോലും വിൽക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ വിജയിക്കുന്നു? ഇവിടെയാണ് ബിസിനസ് സ്ട്രാറ്റജി പ്രസക്തമാകുന്നത്. ടാറ്റയും മഹീന്ദ്രയും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ പൾസ് കൃത്യമായി അറിഞ്ഞു. വൈഡർ പോർട്ട്ഫോളിയോ. ടാറ്റയ്ക്ക് 7 ലക്ഷം രൂപയുടെ ടിയാഗോ മുതൽ 30 ലക്ഷം രൂപയുടെ സിയറ EV വരെ വലിയൊരു നിരയുണ്ട്. ടെക് ആൻഡ് വാല്യൂ. സുരക്ഷയും ഫീച്ചറുകൾക്കും പ്രാധാന്യം നൽകുന്ന മലയാളി ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് പണത്തിന് മൂല്യം നൽകാൻ ഇവർക്ക് കഴിഞ്ഞു. ഹ്യുണ്ടായും മാരുതിയും തങ്ങളുടെ മോഡലുകൾ വിപണിയിൽ എത്തിക്കാൻ വൈകിയത് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകി. ഇരുചക്ര വാഹന വിപണിയിലെ മാറ്റം. സ്കൂട്ടറുകളുടെ കാര്യം എടുത്താലും സ്ഥിതി വ്യത്യസ്തമല്ല. തുടക്കത്തിൽ സ്റ്റാർട്ടപ്പുകൾ ഭരിച്ചിരുന്ന ഈ മേഖല ഇപ്പോൾ TVSഉം ബജാജും പിടിച്ചടക്കുകയാണ്. ജൂലൈയിൽ TVS 55,000-ലധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റപ്പോൾ ബജാജ് 45,000 യൂണിറ്റുകളായി തൊട്ടു പിന്നിലുണ്ട്. വർഷങ്ങളായുള്ള വിശ്വസ്തമായ സർവീസ് നെറ്റ്വർക്കും വിശ്വാസ്യതയുമാണ് ഓലയെയും ഏതറിനെയും വെല്ലുവിളിക്കാൻ പഴയ കമ്പനികളെ സഹായിക്കുന്നത്. ഭാവിയിലെ വെല്ലുവിളികൾ. വിപണിയിലെ ഈ മുന്നേറ്റം നിലനിർത്തുക എന്നതാണ് ഇനി ഇന്ത്യൻ കമ്പനികളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഹ്യുണ്ടായും മാരുതിയും വരും മാസങ്ങളിൽ പുതിയ EV മോഡലുകൾ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്കിലും ബാറ്ററി നിർമ്മാണത്തിലും ലോക്കൽ മാനുഫാക്ചറിംഗിലും ഇന്ത്യ കൈവരിച്ച പുരോഗതി നമ്മുടെ കമ്പനികളെ ആഗോള തലത്തിൽ തന്നെ കരുത്തരാക്കും. ഇന്ത്യൻ കമ്പനിയുടെ ഈ വമ്പൻ കുതിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ അടുത്തതായി ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുകയാണെങ്കിൽ ഏത് ബ്രാൻഡ് തിരഞ്ഞെടുക്കും? ടാറ്റയോ മഹീന്ദ്രയോ അതോ മറ്റ് വിദേശ ബ്രാൻഡുകളോ? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള സ്ട്രാറ്റജിക് ബിസിനസ് വാർത്തകൾക്കും വാഹന വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.